ഫിലാന്ത്രോഫി. ഡോക്ടർ MS സുനിൽ അവർകളാണ് ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാര ജേതാവായിരിക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഡോക്ടർ MS സുനിൽ ടീച്ചർ. അന്തിയുറങ്ങാൻ സ്വന്തമായി ഒരിടമില്ലാത്ത അശരണർക്ക് ജീവിതം കെട്ടിപ്പടുത്താണ് സുനിൽ ടീച്ചർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മറ്റൊരു പേരായി മാറിയത്. ഭവനരഹിതർക്ക് അഭയമേകാൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ടീച്ചർ 293-ലധികം വീടുകൾ ഇതിനകം തന്നെ നിർമ്മിച്ച് 1200-ലേറെ പേർക്ക് തണലായി കൂടെ നിന്നു. ഭിന്നശേഷിക്കാർ, നിർധന കുടുംബങ്ങൾ, അനാഥർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകിയാണ് അവർ അർഹരായവരെ കണ്ടെത്തുന്നത്. രാജ്യത്തിന്റെ പരമോന്നത വനിതാ പുരസ്കാരമായ നാരി ശക്തി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ സുനിൽ ടീച്ചറെ തേടിയെത്തി. കൈക്കൊണ്ട തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാതിരിക്കാനുള്ള പാഠം ആദ്യം പഠിച്ചത് സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണെന്ന് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായ സുനിൽ ടീച്ചറെ കേരള വിഷൻ ലീഡർഷിപ്പ് എക്സലന്റ് അവാർഡ് ഫോർ ഫിലാന്ത്രോഫി അവാർഡ് നൽകി ആദരിക്കുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി ഡോക്ടർ MS സുനിൽ മാമിനെ വേദിയിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മാഡത്തിന് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് സുപരിചിതയാണ്. മാം, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ ഒരു അവാർഡ് നേടിയതിന്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എന്താണ് ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? അതുപോലെ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഫിലാന്ത്രോഫി മനുഷ്യന് സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ മാമിന് ആ ഒരു താല്പര്യം, ആ ഒരു ചിന്തയൊക്കെ എങ്ങനെയാണ് വന്നത്? ഈ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അവാർഡ് കേരള വിഷൻ ഒരുക്കി തന്നതിലും ഏറെ സന്തോഷം, നന്ദിയൊക്കെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ശരിക്കും നമുക്ക് വനിതാ ദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വനിതകളുടെ ദിനമാണ്, പുരുഷന്മാരുടെയും ദിനമാണ്. സ്ത്രീയും പുരുഷനും ഒന്നും മാറ്റി നിർത്തേണ്ടവരല്ല. രണ്ട് കൂട്ടരും ഒരുപോലെ സമൂഹത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കേണ്ടവരും ഒരുപോലെ കരുതേണ്ടവരും ഒക്കെയാണ്. അപ്പം പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീകൾക്ക് സ്ത്രീ ദിനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വനിതാ ദിനമൊക്കെ ആചരിക്കുന്നതെന്ന് ചിലപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ കാരണം സമൂഹം സ്ത്രീയെ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാം, എന്നോട് ചോദിച്ചതിനുള്ള ചോദ്യം അല്ലെ ആ ചോദ്യത്തിൻ്റെ മറുപടി. ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഞാനൊരു ടീച്ചറാണ്. പത്തനംതിട്ട കാതലിക് കോളേജിലെ സുവോളജി വിഭാഗം മേധാവിയായിട്ട് പെൻഷനായ റിട്ടയറായ ഒരു അധ്യാപികയാണ്. വർഷങ്ങളായിട്ട് 2005 തൊട്ട് ആദിവാസി മേഖലയിലും ആരോഗ്യ മേഖലയിലും ഭിന്നശേഷിക്കാരുടെ ഇടയിലും എഡ്യൂക്കേഷൻ മേഖലയിലും അങ്ങനെ വിവിധ മേഖലകളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. ആ അവസരം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം, അല്ലാതെ എൻ്റെ മിടുക്കൊന്നുമല്ല. പക്ഷേ ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്ന് 2005 എൻ്റെ തന്നെ വിദ്യാർത്ഥിനിയായ ആശയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷൻ്റെ വശത്തായിട്ട് ഒരു കുടിലിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ ഒരു പ്രായമായ ഒരു മുത്തശ്ശിയോടൊപ്പം ഒരു ടാർപോളിൻ ഷെഡിൽ കിടക്കുന്ന കാഴ്ച കാണാനിടയായി. ആ ഒരു കാഴ്ചയിൽ നിന്ന് തലേ ദിവസം ആ പെൺകുട്ടി MSc ഞാൻ പഠിപ്പിക്കുന്ന പെൺകുട്ടിയായിരുന്നു. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതായത് ഒന്നുമില്ലാത്തവരൊന്നും നമ്മളോട് ശരിയായ അർഹതയുള്ളവരാരും നമ്മളോട് ആവശ്യങ്ങൾ പറയാറില്ല. പ്രത്യേകിച്ച് കോളേജുകളിൽ ഒരു കുട്ടികളും മോശമായ സാഹചര്യത്തിലാണ് വരുന്നതെങ്കിൽ അവരൊരിക്കലും നമ്മളോടൊന്നും പറയാറില്ല. പക്ഷേ ഉള്ളവരാണ്, അതായത് നല്ലതുപോലെ സൗകര്യങ്ങളുള്ളവരെപ്പോഴും ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇതിൻ്റെ മോശമായ സാഹചര്യങ്ങളൊന്നും ക്ലാസ്സിലോ കൂട്ടുകാരോടോ അധ്യാപകരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെയോ ഒരാൾ കണ്ടിട്ടാണ് എന്നോട് വന്ന് പറയുന്നത്. ഞാൻ ചെല്ലുന്നത് അപ്പം തലേ ദിവസം എൻ്റെ MSc സുവോളജി ക്ലാസ്സിൽ
അവൾ ഇട്ടുകൊണ്ട് വന്നിരുന്ന ചുരിദാറിൻ്റെ ഷോള് വാതലായിട്ട് ഞാൻ കണ്ടു. ആ കാഴ്ചയാണ് എന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു മനുഷ്യസ്നേഹിയായിട്ട് ഒരു ജീവകാരുണ്യ മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിന്ന് 347 വീട് ഇന്നലെ മൂവാറ്റുപുഴയിൽ ആരക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ സമയം അത് ഒരു ഞാൻ ആരോടെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെയുള്ള വീടുകൾ പിരിവ് നടത്തി അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങുന്നതാണെന്നല്ല. എനിക്ക് ഇങ്ങോട്ട് ഓഫർ വരുന്നതാണ്, ടീച്ചറിന് ഒരു വീടിന് സഹായിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഏറ്റവും അതായത് ഈ ആശയുടെ സാഹചര്യത്തിൽ തന്നെ ജീവിച്ചവർക്കേ ഉള്ളൂ, അല്ലാതെ വാടകയ്ക്ക് കിടക്കുന്നവർക്കൊന്നുമില്ല. അതായത് കുടിലിൽ വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ സ്വന്തം മക്കളുമായിട്ട് എവിടോട്ട് പോകണമെന്നറിയാത്ത രീതിയിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത അമ്മമാരും കുഞ്ഞുങ്ങളും ഉള്ളവർക്കാണ് ഞാൻ ഈ 347 വീടും വെച്ച് കൊടുത്തത്. അത് 8 ജില്ലകളിൽ, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിട്ട് ചെന്ന് ഒരു കോൺട്രാക്ടറെ ഒന്നും ഏൽപ്പിക്കുന്നതല്ല, എൻജിനീയർ ഇല്ല, ഒന്നുമില്ല. മേശരിമാരെയും പടികാരെയും നിർത്തി സാധനങ്ങൾ നമ്മൾ നേരിട്ട് വാങ്ങി കുറ്റി അടിക്കുന്നത് തൊട്ട് താക്കോല് കൊടുക്കുന്നത് വരെ ഞാനും ജയലാൽ ഞങ്ങൾ 2 പേരാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 2 നേരിട്ട് ചെന്ന് രാവിലെ തൊട്ട് രാത്രി വരെ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാനായിട്ടുള്ളൊരു സമയമൊന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അതായത് മറ്റുള്ളവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ 347 വീടിൻ്റെ സ്റ്റോറി മാത്രം പറഞ്ഞ് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഇങ്ങോട്ട് ഓഫർ ചെയ്യുക, പിരിവില്ല. അപ്പോൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ളൊരു സാറ് ഈ 347 വീടിന് എന്നോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ മകൻ്റെ കല്യാണമാണ്. ഓരോരുത്തരും ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. മകൻ്റെ കല്യാണമാണ്, ഞാൻ അത് രജിസ്റ്റർ മാരേജ് ആയിട്ടാണ് നടത്തുന്നത്. സാറിൻ്റെ പേര് സ്കറിയ എന്നാണ് പേര്, PM സ്കറിയ. ആ സാറിൻ്റെ വൈഫും ടീച്ചറായിരുന്നു. 2 പേരും പെൻഷനായപ്പോൾ ഈ മകൻ്റെ കല്യാണം ആർഭാടമായിട്ട് നടത്താമായിരുന്നു. പക്ഷെ അതിന് പകരം ആർഭാടം മാറ്റി രജിസ്റ്റർ മാരേജ് ആയിട്ട് ഇന്നലെയായിരുന്നു രജിസ്റ്റർ മാരേജ്. ഇന്നലെ അതിന് കല്യാണത്തിന് ചിലവാക്കേണ്ട തുക 5,80,000 രൂപ എന്നെ ഏൽപ്പിച്ചു. ആ പൈസ കൊണ്ട് 3 മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ഉള്ള ഒരു വീട് രോഗിയായ ബ്രെയിൻ ട്യൂമറുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഭാഷിണിക്കും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ട് അവർക്ക് വെച്ച് ഇന്നലെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അന്നേരം അതിനുശേഷം വൈകിട്ട് ഈ സാറും ഭാര്യയും കൂടെ വന്ന് താക്കോല് കൊടുത്തു. ഇതാണ്. താങ്ക് യു വെരി മച്ച് മാം. അപ്പം ഈ 300, 500, 1000 ഒക്കെ ആവട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കോൺട്രാക്ടേഴ്സും ആർക്കിടെക്റ്റും ഒന്നും ഇല്ലെങ്കിലും ഓരോ വീടും വളരെ മനോഹരമായ വീടുകളാണ് മാം എന്തായാലും വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം വന്നു, മാമിൻ്റെ പേരിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഡോക്ടർ MS സുനിൽ, സ്ത്രീകൾക്കിടയിൽ അങ്ങനെ കാണാത്തൊരു പേരാണ്. അല്ല, അത് ആ പേര് എനിക്ക് എൻ്റെ ഫാദർ എനിക്ക് ഇട്ട് തന്നു. അതായത് ജെൻഡർ ഇക്വാളിറ്റി ആദ്യമേ പുള്ളിയാണ് തീരുമാനം ചെയ്യുക. ആണും പെണ്ണും വ്യത്യാസം വേണ്ട. അപ്പോൾ ആൺകുട്ടിയായിട്ട് ജനിക്കാൻ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം, പക്ഷെ അന്നേരം ആയിരിക്കും പെൺകുട്ടി ജനിച്ചത്. അപ്പോൾ ആ പുള്ളി ആഗ്രഹിച്ചിരുന്ന സുനിൽ എന്നുള്ള പേര് എനിക്കങ്ങ് സ്ഥാപിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു എന്തായിരുന്നു, ആൺകുട്ടികളുടെ ആ ഒരു ഊർജത്തോടു കൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ ആണായിട്ടാണ് എന്നെ വളർത്തിയതല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത്. ഉറക്കെ സംസാരിക്കരുത്, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, ആൺകുട്ടികളോട് മിണ്ടരുത്, തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്തിന് തീരുമാനങ്ങൾ എടുക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഈ ലെവലിൽ എത്താൻ വേണ്ടി ചിലപ്പോൾ ഈ പേരെന്നെ ഒരു പരിധി വരെ സഹായിച്ചു എന്ന് ഞാൻ ചില സമയത്ത് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് മാം. മാനസിക നല്ലൊരു കൈഡി കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ് മാഡം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാം. പ്രിയപ്പെട്ടവരെ, അടുത്തതായി സ്ത്രീലോകം വിമൻസ് ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ്സ് 2025 അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡിസൈനർ ബൊട്ടീക്ക് കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് DFAP മാനേജിംഗ് ഡയറക്ടർ ഫൗണ്ടർ പ്രിയ വർമ്മ മാം ആണ്. വീഡിയോ കാണാം. Priya Verma, born